നമ്മളങ്ങനെ തിവിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അല്ലേ, ഗോവ. നമുക്കിനി ഇവിടുന്ന് നോർത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ള യാത്ര നമ്മളിപ്പോൾ ഗോവ തിവിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. നമ്മളങ്ങനെ തിവിം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. തിവിമിൽ വന്നു കഴിഞ്ഞാൽ നോർത്തിലേക്ക് പോകാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇവിടെ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറും ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോ ഉണ്ട്. പ്രീപെയ്ഡ് ടാക്സി 2 പേർക്ക് 900 ആണ് പറഞ്ഞത്. നേരെ മറിച്ച് നമ്മൾ ഓട്ടോ ചോദിച്ചപ്പോൾ 650 രൂപയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റായിട്ട് തോന്നിയത് ഓട്ടോയാണ്, 650 രൂപ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ്. എന്താ ബാഗ ബീച്ചിൻ്റെ അവിടെയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഫ്രണ്ടാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി ബാഗ ബീച്ചിന് അങ്ങോട്ട് ചെന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് റൂമിലൊക്കെ ചെന്ന് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് ഗോവ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണാം. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഗോവയിൽ എത്തിയിരിക്കുകയാണ്. പെരുന്നാളായിട്ട് ഇങ്ങനെ എവിടത്തേക്ക് പോകാന്നുള്ള ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ തല പുകഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ ഷിബിലി പെട്ടെന്ന് എനിക്ക് വിളിച്ചു, സൈദക്ക നമുക്കിങ്ങനെ ഗോവയിലേക്ക് വിട്ടാലെന്ന് വിചാരിച്ച്. അപ്പോൾ ഗോവ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം ഗോവയിൽ നമ്മൾ ഇതുവരെ പോകാത്തൊരു പ്ലേസാണ്. കാരണം എനിക്കൊരു പ്രത്യേകം ഞാനൊരു പ്ലാൻ ചെയ്തിരുന്നു. നമ്മൾ ഈ ഒരു വെക്കേഷൻ, അതായത് ഈ ഒരു പെരുന്നാളിൽ വെക്കേഷനിൽ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലം തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഗോവ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, ഇവിടെ വരണം എന്നുള്ളത്. എൻ്റെ ലിസ്റ്റിലുള്ള ഒരു സ്പോട്ടും കൂടിയാണ് ഗോവ. അപ്പോൾ നമ്മൾ ഈ ഒരു പെരുന്നാൾ നമ്മൾ ഗോവയിൽ തന്നെ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു 2 ഡേ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. 2 ദിവസമാണ് നമ്മുടെ ഈ ഒരു ഗോവ ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പ് എന്തായാലും ഒരു ബഡ്ജറ്റ് ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എറണാകുളം ഓക്ക എക്സ്പ്രസ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരൂരിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറിയത്. രാത്രി 11:30 ട്രെയിന്. ഡയറക്റ്റ് നമുക്ക് മഡ്ഗോൺ വരെ ഉണ്ടായിരുന്നു ട്രെയിന്. പക്ഷെ നമ്മൾ ഇറങ്ങിയത് എവിടെയായിരുന്നു? അപ്പോൾ നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഈ ഒരു ഗോവ ട്രിപ്പ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്ലാൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എറണാകുളം ഓക്ക എക്സ്പ്രസ് ആണ് ഈ ഒരു ഗോവ ട്രിപ്പിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബഡ്ജറ്റ് ട്രിപ്പ് ഗോവയിലേക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് ആണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് തിരൂരിൽ നിന്ന് ഏകദേശം ഒരു 11:25 ഓക്ക എക്സ്പ്രസ്. ദെൻ മഡ്ഗോൺ, അതുപോലെ തന്നെ തിവിം. നമ്മൾ തിവിമിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മഡ്ഗോണിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇറങ്ങിയത് തിവിമിലാണ് നമുക്ക് ഗോവ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അതായത് ഇവിടുത്തെ നോർത്ത് സൗത്ത് അങ്ങനെ 2 ബീച്ചുകളാണ് വരുന്നത്. അത് നോർത്ത് ബീച്ചിലാണ് നമുക്ക് ഗോവ കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഗോവയിൽ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ, പിന്നെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഓർഡിനറി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ തിരൂരിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ TTRനെ കണ്ട് ഏകദേശം അത് സ്ലീപ്പറിലോട്ട് കൺവേർട്ട് ആക്കി എടുത്തു. ഏകദേശം നമുക്ക് 750 രൂപയാണ് 2 പേർക്ക് തിരൂരിൽ നിന്നും മഡ്ഗോൺ വരെ ട്രെയിനിൽ, അതും സ്ലീപ്പറിൽ ചാർജ് വന്നു. നല്ല ട്രെയിനായിരുന്നു കേട്ടോ, നല്ല വൃത്തി ഉണ്ടായിരുന്നു അല്ലേ. വാഷ്റൂം ആയാലും നമുക്ക് കിടക്കാനൊക്കെ സീറ്റ് കിട്ടി. ഓവർ ഒരു റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഫ്രീ ആയിട്ട് വന്നു. അതുമാത്രമല്ല ട്രെയിൻ എവിടെയും പിടിച്ചിട്ടില്ല അല്ലേ. ഷാർപ്പ് ടൈമിൽ തന്നെ 11:30 ആകുമ്പോഴത്തേക്കും മഡ്ഗോണിലെത്തി. പക്ഷെ മഡ്ഗോണിൽ ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ തിവിമിൽ വന്നിട്ടാണ് ഇറങ്ങിയത്. അവിടെ വന്ന് നമ്മളൊരു ഫ്രണ്ട് ഇവിടെ റൂമൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൃഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുള്ളത്. അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, AC റൂമാണ്. ആ ഹോട്ടലിൽ ഞങ്ങൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യും. നിങ്ങൾക്ക് ഗോവയിലൊക്കെ വരുമ്പോൾ ആ ഹോട്ടൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പൂളൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ എത്തി, നമ്മളങ്ങനെ ഫ്രഷപ്പായി ഇവിടുന്ന് ലഞ്ച് കഴിച്ച് നമ്മളിവിടുന്ന് ബൈക്ക് എടുത്തിരിക്കുകയാണ് റെൻറ്റിന് അല്ലേ. ഒരു ദിവസം നമുക്ക് റെൻറ്റിന് ബൈക്ക് എടുക്കുകയാണെങ്കിൽ 500 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസത്തേക്ക് ബൈക്ക് 2 വീലർ ആക്റ്റീവ മോഡലാണ് റെൻറ്റിന് എടുത്തിരിക്കുകയാണ്. ബൈക്ക് എടുത്തിട്ടാണ് നമ്മൾ ഗോവ എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബൈക്ക് ഇപ്പോൾ അവിടെ പാർക്കിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം ബാഗ ബീച്ചിലാണുള്ളത്. ബാഗ ബീച്ചാണല്ലോ ഗോവയിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഗോവയിലെ നോർത്തിലെ ബാഗ ബീച്ചിലാണ് നമ്മളുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഗോവ എന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഗൈസ് എല്ലാവരും ഗോവ ട്രിപ്പ് കാണുക. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ.
ഇവിടെ ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഷോപ്പുകളുണ്ട്. 200 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. ഷർട്ട്, ടീഷർട്ട്, ബർമുഡ 200 രൂപയ്ക്ക് നല്ല അടിപൊളി ഷർട്ടുകൾ കിട്ടും. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റും. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ. ഈ ഷോപ്പിലല്ല, ഇവിടെ ഇതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഷോപ്പുകൾ പർച്ചേസ് ചെയ്യാം. അവന് 2 ഷർട്ടും 2 ബർമുഡ എടുത്തിട്ടുണ്ട്. 250 രൂപ ഉണ്ടോ. ഷർട്ടൊക്കെ നല്ല ഡിസൈൻ ഷർട്ടാണ്. ഇത് വെറും 250 രൂപയേ ഉള്ളൂ ഒരു ഷർട്ട്. വണ്ടിയിൽ അവിടെ നിന്ന് വന്നിട്ട് വരുന്നത് ബൈക്കിൽ കറങ്ങാണ്. നൈറ്റ് ലൈഫാണ് കാണുന്നത്. നമ്മൾ ഗോവയിലെ നൈറ്റ് ലൈഫാണ്. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, മൊത്തത്തിൽ നമുക്കൊരു വൈബ് കിട്ടുന്നില്ല. ഇന്നത്തെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ്. പിന്നെ എന്താ പറയുക, ഉറക്കക്ഷീണം നന്നായിട്ടുണ്ട്. ഇന്നലെ ട്രെയിനിൽ ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1 മണി 2 മണിക്കാണ് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ യാത്രാക്ഷീണം എല്ലാം കൂടി ആയിട്ട് ഒരു വൈബ് ഇപ്പോഴും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല. എനിവേ നാളെ നമുക്ക് എന്തായാലും പൊളിക്കാം. നാളെ നമുക്ക് ഇപ്പോൾ നല്ല സ്ഥലങ്ങളൊക്കെ പോകണം എന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് ഗോവൻ എൻ്റെ മെയിൻ റോഡിൽ കൂടെ ഗോവയുടെ നഗരങ്ങളിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഉണ്ടല്ലോ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര റഷൊന്നുമില്ല, പക്ഷേ അടിപൊളിയാണ്. ഭയങ്കര ക്രൗഡൊന്നല്ല കേട്ടോ. പക്ഷേ ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണ് മെയിനായിട്ട്. ഫുഡൊക്കെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനെന്നുള്ളത് കുറവാണ്, വളരെ കുറവാണ്. ഇവിടെ മെയിൻലി ഒരുപാട് എന്താ പറയുക, ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സ്ട്രീറ്റുകളിൽ കാണാൻ പറ്റുക. പിന്നെ ഫുഡ് നമ്മളിപ്പോൾ 2 സ്ഥലത്ത് നിന്ന് കഴിച്ചു, 2ഉം വൻ പരാജയമായിരുന്നു. ഫുഡ് നമുക്ക് ശരിക്കും അങ്ങോട്ട് ക്ലിക്ക് ആയിട്ടില്ല. ഞങ്ങളിങ്ങനെ നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്, എവിടെയാണ് നല്ല അടിപൊളി ഫുഡ് കിട്ടുക നോക്കി നടക്കുകയാണ്. പിന്നെ ഗോവ ആയതുകൊണ്ട് നമുക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല ഫുഡിൻ്റെ കാര്യത്തിൽ. പക്ഷേ ചിലപ്പോൾ തപ്പിപ്പിടിച്ച് കഴിഞ്ഞാൽ നല്ല റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ തപ്പിപ്പിടിച്ചിട്ടാണ് 1-2 റെസ്റ്റോറൻറ്റിൽ കയറി. ഒരു കേരള റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മൾ അവിടുന്ന് പിന്നെ ഫിഷ് കറി മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അയില പൊരിച്ചതൊക്കെ ആയിട്ട്. പക്ഷേ ഒരു വൃത്തിയില്ല, തീരെ വൃത്തിയില്ല. അതാണ് മെയിനായിട്ട്, ഒരു വൃത്തിയില്ല മെയിനായിട്ട്. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈഡ് കിട്ടില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ രാത്രിക്കലത്തെ ഫുഡ് എവിടെയെങ്കിലുമൊക്കെ കഴിക്കണം. നല്ല റെസ്റ്റോറൻറ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ നൈറ്റ് ലൈഫ് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്.